ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ അനിയത്തിയുടെ കഥ പറഞ്ഞപ്പോൾ ഒരുപാട് പേർ വളരെ സ്നേഹത്തോടെ മെസ്സേജുകൾ അയച്ചിരുന്നു. നമുക്ക് ഈ ചെറിയ കുടുംബം നൽകുന്ന ആ വലിയ സപ്പോർട്ടിന് ആദ്യം തന്നെ ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എല്ലാ അച്ഛനമ്മമാരെയും ഒരുപോലെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അയൽപ്പക്കത്തെ കുട്ടി വാത്തോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടി ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. എന്നിട്ടും അമ്മേ അച്ഛ എന്ന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. കുട്ടിക്കിനി സംസാരശേഷി കുറവാണോ? ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ എന്നോട് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കുട്ടികൾ സംസാരിക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്നും നമ്മുടെ വീട്ടിലുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ട് തന്നെ എങ്ങനെ ലളിതമായി 3 കളികളിലൂടെ അവരുടെ സംസാരം വേഗത്തിലാക്കാമെന്നുമാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ കുട്ടിയുടെയും വളർച്ചയും അതിൻ്റെ വേഗതയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളുമായി നമ്മുടെ കുട്ടിയെ താരതമ്യം ചെയ്ത് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇന്ന് കുട്ടികളിൽ സ്പീച്ച് ഡിലേ ഇത്രയധികം കൂടാൻ പ്രധാനമായിട്ടുമുള്ള ഒരു കാരണം വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ കുട്ടികളുടെ കയ്യിൽ ഫോണോ ടാബോ മറ്റോ കൊടുക്കുമ്പോൾ അതിൽ നിന്നും ശബ്ദം വരുന്നുണ്ട്. പക്ഷേ കുട്ടി തിരിച്ചൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. തലച്ചോറിലെ സംസാരശേഷി വികസിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം, അതായത് 2 വേ കമ്മ്യൂണിക്കേഷൻ നടക്കണം. ഇവിടെയാണ് നമ്മുടെ ചാനലിൻ്റെ മോട്ടോയായ പ്ലേ വിത്ത് പർപ്പസ് പ്രസക്തമാകുന്നത്. കളികളിലൂടെ എങ്ങനെ കുട്ടികളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കാമെന്ന് നോക്കാം. കുട്ടികളുടെ സംസാരം വേഗത്തിലാക്കാൻ നമ്മൾ ഇന്ന് 3 കാര്യങ്ങൾ ചെയ്തു നോക്കാം. ഫസ്റ്റ് വൺ, ഫേസ് ടു ഫേസ് പ്ലേ, അതായത് മുഖത്തോട് മുഖം നോക്കി കളിക്കുക. നമ്മൾ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ കസേരയിലോ സോഫയിലോ ഇരിക്കരുത്. അവരുടെ കൂടെ നിരത്തിയിരിക്കുക. അതായത് അവരുമായി ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. കളിപ്പാട്ടങ്ങൾ അവരുടെ കണ്ണുകളുടെ ലെവലിൽ പിടിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ അനങ്ങുന്നത് കുട്ടി കാണണം. അപ്പോഴാണ് അവർ ആ വാക്കുകൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത്. ദ പോസ് ആൻഡ് വെയിറ്റ് മെത്തേഡ്, കുറച്ച് നേരം കാത്തിരിക്കുക. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം, ഉദാഹരണത്തിന് ഒരു കാർ കൊടുക്കുന്നതിന് മുമ്പ് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് കാർ എന്ന് പറയുക. എന്നിട്ട് അവർക്ക് കൊടുക്കാതെ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ആ സാധനം കിട്ടാൻ വേണ്ടി അവർ എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ഉദാഹരണത്തിന് ആ അല്ലെങ്കിൽ കാറിൻ്റെ ക. ആ ശബ്ദം ഉണ്ടാക്കിയാൽ മാത്രം അതവർക്ക് നൽകുക. ഇത് അവരെ സംസാരിക്കാൻ നിർബന്ധിതരാക്കും. മൂന്നാമതായി സൗണ്ട് ടോയ്സ് ഒഴിവാക്കുക. ശബ്ദമുണ്ടാക്കുന്ന തരം കളിപ്പാട്ടങ്ങൾ പാടെ മാറ്റുക. ബാറ്ററി ഇട്ടാൽ തനിയെ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടങ്ങൾ ഒഴിവാക്കുക. അതിനു പകരം ബ്ലോക്കുകൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രൂപങ്ങൾ എന്നിവ നൽകുക. എന്നിട്ട് നമ്മൾ ആ മൃഗങ്ങളുടെ ശബ്ദം ഉണ്ടാക്കി കാണിക്കുക. പശു എങ്ങനെയാണ് കരയുക, അതുപോലെ നായ എങ്ങനെയാണ് കുരക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. സ്വന്തമായി ശബ്ദമുണ്ടാക്കാൻ ഇത്തരം കളിപ്പാട്ടങ്ങളാണ് കുട്ടികളെ സഹായിക്കുന്നത്. അവസാനമായി നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കുക. ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറുന്ന ഒരു മാജിക് ഒന്നുമല്ല. എല്ലാ ദിവസവും കുറഞ്ഞത് അരമണിക്കൂർ ഫോണും ടിവിയും മാറ്റിവെച്ച് പൂർണ്ണമായും നമ്മുടെ സമയം കുട്ടികൾക്കായി നൽകുകയാണെങ്കിൽ മാറ്റം തീർച്ചയായും ഉണ്ടാകും. ഇനി ഈ കളികൾ എല്ലാം പരീക്ഷിച്ചിട്ടും 2 മുതൽ 2.5 വയസ്സായിട്ടും കുട്ടി ഒട്ടും സംസാരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു പീഡിയാട്രിഷ്യനെയോ സ്പീച്ച് തെറാപ്പിസ്റ്റിനെയോ കാണാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്. നിങ്ങളുടെ കുട്ടി ആദ്യം പറഞ്ഞ വാക്കെന്തായിരുന്നു? താഴെ കമൻറ്റ് ചെയ്യൂ, കേൾക്കട്ടെ. ഈ വീഡിയോ മറ്റു മാതാപിതാക്കൾക്കും ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. അതൊരു സന്തോഷമായിരിക്കും. അടുത്ത വീഡിയോയിൽ മറ്റൊരു സയൻറ്റിഫിക് ടിപ്പുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഹാപ്പി പാരൻറ്റിങ്.